മൂന്നാറിലെ വട്ടവടയിലേക്ക് പാമ്പാടൻ ഷോള ഫോറസ്റ്റ് വഴി ചെക്ക് പോസ്റ്റും കടന്ന് നമ്മൾ ആ ഫോറസ്റ്റ് റൂട്ടൊക്കെ ആസ്വദിച്ച് നല്ലൊരു ഡ്രൈവ് കിട്ടി വരുമ്പോഴായിരിക്കും ഇതുപോലെ നല്ല തുറന്നൊരു പ്രദേശത്ത് ഏകദേശം നമ്മുടെ കാശ്മീരിൻ്റെ ഒരു പ്രതീതി കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ലാൻഡ്സ്കേപ്പോടുകൂടിയുള്ള ഒരു സ്പോട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇവിടെ വന്നാൽ പലപ്പോഴും നമുക്കൊന്ന് വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കാത്തതായിട്ട് അധികം പേരുണ്ടാവില്ല. എന്നാൽ ഫോറസ്റ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണം നമുക്ക് അധികം നേരം അവിടെ വണ്ടി നിർത്താനോ അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി നടക്കാനോ ഉള്ള അനുവാദം സാധാരണ രീതിയിൽ കിട്ടാറില്ല. അപ്പോൾ ഇത്രയും റെസ്ട്രിക്ഷനുള്ള അതേ സ്ഥലത്ത് തന്നെ നമുക്കൊരു കോട്ടേജിൽ താമസിക്കാൻ പറ്റിയാലോ, അതും ആ താമസിക്കുന്ന കോട്ടേജിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇതുപോലത്തെ കാട്ടിയും മറ്റു വന്യമൃഗങ്ങളൊക്കെ കണ്ട് നല്ല പീസ്ഫുള്ളായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി കിട്ടിയാൽ ആ ഒരു ട്രിപ്പ് ഗംഭീരാവില്ലേ. അപ്പോൾ ഒരു ട്രക്കിങ്ങിനൊന്നും പോകാതെ നമ്മളെ വണ്ടിയിലെത്തി ആ ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും കാണാൻ പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പാമ്പാടൻ ഷോള നാഷണൽ പാർക്കിലാണ് നമ്മൾക്ക് ഈ സ്റ്റേ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വട്ടവടയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ ആ ഫോറസ്റ്റ് ഒന്ന് എക്സിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റും. റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മളുടെ ഈ കോട്ടേജ് വരുന്നത്. ഏത് വണ്ടിയിൽ വന്നാലും ഈ കോട്ടേജിൻ്റെ മുൻവശത്ത് നമുക്ക് പാർക്കിങ്ങോടുള്ള സ്പേസ് വരെ എത്താൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഒരാൾക്ക് 1250 രൂപയാണ് ഇവിടെ ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ്. അതിൽ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ആയിരിക്കും ഇൻക്ലൂഷൻ വരുന്നത്. ടോട്ടൽ 4 റൂംസ് ആയിട്ടാണ് ഇവിടെ നമുക്കൊരു കോട്ടേജ് ഉള്ളത്. അതിൽ ഓരോ റൂംസ് സെപ്പറേറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഈ 4 ബെഡ്റൂമിൽ 2 എണ്ണം 2 പേർക്ക് എടുക്കാൻ പറ്റിയതും ബാക്കി 2 റൂമിൽ 5 പേര് വെച്ച് കിടക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള റൂമാണ്. ഞങ്ങൾ 2 പേര് മാത്രം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ബുക്ക് ചെയ്തത് കുറിഞ്ഞി എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ സയാത്തിയ എന്ന് പറഞ്ഞ മറ്റൊരു കാറ്റഗറിയും കാണാം. ഈ സെക്ഷനിലാണ് 2 പേർക്ക് എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ആ ഒരു 2 റൂമും കിട്ടുന്നത്. റൂംസ് എല്ലാം ജസ്റ്റ് ബേസിക് ആണ്. ഭയങ്കരമായിട്ടുള്ള ഗംഭീര റൂംസ് ഒന്നും ആരും ഇവിടെ പ്രതീക്ഷിച്ച് വരണ്ട. ഈവൻ വാഷ്റൂം ആയാലും നീറ്റാണ്. എന്നിരുന്നാലും അത്ര വലിയൊരു സെറ്റപ്പ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മെയിനായിട്ട് ഇതാ സമാധാനപരമായിട്ട് ആ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ നമ്മുടെ കോട്ടേജിൻ്റെ മുമ്പിൽ നിന്ന് വളരെ സ്വസ്ഥമായിട്ട് നല്ല പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ വേണ്ടി മാത്രം ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. ഇനി ഇവിടുത്തെ 5 പേർക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു 2 റൂമിൻ്റെ പേര് വരുന്നത് മെലാനോ മാർട്ടൻ എന്ന് പറയുന്ന ഒരു റൂം കാറ്റഗറിയാണ്. അതിൽ മാർട്ടൻ എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്ത് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന 3 ബെഡും പിന്നെ സെപ്പറേറ്റ് ഒരു വാളിൻ്റെ അപ്പുറത്ത് മറ്റ് 2 ബെഡുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇവിടുത്തെ പുറകിലത്തെ കാഴ്ച കാണാൻ വേണ്ടി സെപ്പറേറ്റ് ഡോറും കൂടി നമുക്കിവിടെ കാണാം. എന്നാൽ മെലാനോയുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് വേറെ എക്സിറ്റ് ഡോറോ ഒന്നുമില്ല. നേരത്തെ ബെഡ് അടിച്ചിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സ്പോട്ടാണ് നമുക്ക് ഇവിടുത്തെ റൂമിൽ കിട്ടുന്നത്. ഈ കോട്ടേജിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയയും റെസ്റ്റോറൻ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വൈകുന്നേരം ഒരു 4:30 മണിയൊക്കെ ആയപ്പോഴേക്കും കോട്ടേജിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി ഇതേപോലത്തെ ആ പുല്ലിലൊക്കെ ഇങ്ങനെ നടന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ആ വൈൽഡ് ഗോറിൻ്റെ ആ ഒരു മാസ് എൻട്രി നമ്മുടെ കോട്ടേജിൻ്റെ സൈഡിൽ തന്നെ കാണാൻ പറ്റിയത്. പിന്നീട് അങ്ങോട്ട് രാത്രി വരെ ഇവരൊരു 10-16 പേര് നമ്മളുടെ കോട്ടേജിൻ്റെ ചുറ്റും നമുക്ക് ഫുൾ ടൈം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഘാട്ടിയെ കാണാൻ വേണ്ടി ആഗ്രഹമുള്ള ഏതൊരാൾക്കും എന്തുകൊണ്ട് ഇവിടെ ഓപ്റ്റ് ചെയ്യാം. കാരണം വേറെ എവിടേക്കും പോവാതെ നമ്മളുടെ കോട്ടേജിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. ഇവിടുത്തെ വാച്ചർമാർ ഇതിനെ സ്ഥിരം ഇവിടെ കണ്ട് അവർക്കൊന്നും ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും കണ്ടിട്ട് നമ്മളുടെ സേഫ്റ്റി നമ്മൾ മറക്കണ്ട. കാരണം നമ്മളൊരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് എപ്പോഴും സേഫായിട്ട് നിൽക്കുക. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇത് കാട്ടിൽ വളരുന്ന ഒരു മൃഗമാണ്. അതിൻ്റെ മൂഡ് എപ്പോഴാണ് മാറുക, അതിൻ്റെ അറ്റാക്ക് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. അങ്ങനെ വൈകുന്നേരം ഒരു 6:30-7 മണി ആയപ്പോഴും ഈ വിറ്റങ്ങളൊന്നും അവിടെ നിന്ന് പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥിരം എല്ലാവരും ഗ്രൂപ്പായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. പക്ഷേ ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ക്യാമ്പ് ഫയർ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ക്യാമ്പ് ഫയർ നമുക്ക് 1000 രൂപ അഡീഷണൽ ഇവിടെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്യാമ്പ് ഫയറിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഡിന്നറും സെർവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറി ആയിരിക്കും നമുക്ക് ഡിന്നറിനോട് ആ പാക്കേജിൽ ഇൻക്ലൂഷൻ കിട്ടുന്നത്. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ്, നല്ല ടേസ്റ്റി ഫുഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഒരു 6:30 മണിക്ക് എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഭയങ്കര ഒരു മിസ്റ്റി മൂടി പിടിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേകതരം നേച്ചറാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നിട്ട് കിടക്കുന്നത്. ഇവിടുത്തെ തണുത്ത ക്ലൈമറ്റ് എത്രമാത്രം ഗംഭീരമാണെന്ന് ഈ ഒരു വണ്ടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള യാതൊരു ഡിസ്റ്റർബിങ് സൗണ്ടുകളൊന്നും ഇല്ലാതെ പ്രകൃതിയുടെ ശബ്ദം മാത്രം കേട്ടുകൊണ്ട് ഒരു മോർണിംഗ് വാക്ക് ഈ റോട്ടിൽ കൂടെ ഒക്കെ നടന്ന് വീണ്ടും ആ കാട്ടീനൊക്കെ നമ്മൾ ആ ഫ്രഷ് ആയിട്ടുള്ള ഫ്രെയിമിൽ കണ്ട് ആ രാവിലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഒരു നിസ്സാര എക്സ്പീരിയൻസ് അല്ല.
രാവിലെ 8 മണിയോട് കൂടിയാണ് നമുക്ക് ഇവിടുത്തെ സൂര്യൻ്റെ വെളിച്ചമൊക്കെ പതുക്കെ കാണാൻ പറ്റുന്നത്. കാരണം തൊട്ട് ഫ്രണ്ടിൽ വലിയൊരു മല ഉള്ളതുകൊണ്ട് അതിൻ്റെ പുറകിൽ കൂടെ വരുമ്പോഴേക്കും നല്ല രീതിയിൽ സമയം എടുക്കുന്നുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും വലിയ ഞെട്ടിച്ചത് ആ സൂര്യൻ്റെ വെളിച്ചം വന്നപ്പോൾ ഇവിടുത്തെ ആ മഞ്ഞ് ഇങ്ങനെ ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഹൈലൈറ്റിൽ ഇങ്ങനെ ആ മഞ്ഞ് പാസ് ചെയ്ത് പോണ കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു. അത് നമ്മുടെ ബാൽക്കണി നിന്നാൽ തന്നെ നമുക്ക് ഈ ഒരു വ്യൂ, ഒരു എസ്പെഷ്യലി ഒരു അന്യായ വ്യൂ തന്നെ നമുക്ക് ആ രാവിലെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. രാവിലെ ഒരു 9 മണിയോടുകൂടെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പുട്ടും കടലായിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കിട്ടുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ പയ്യെ ഇറങ്ങാനുള്ള സെറ്റപ്പ് നോക്കി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1250 രൂപ പെർ ഹെഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റേക്ക് ഒട്ടും ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. കാരണം ഇവിടുത്തെ ആ ഒരു ലൊക്കേഷനും ക്ലൈമറ്റും ആ ഒരു വ്യൂ ഒക്കെ എനിക്ക് തന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനും ഫാമിലിക്കും ആർക്കായാലും ഇവിടെ റെക്കമെൻഡബിൾ ആണ്. പക്ഷേ എന്നിരുന്നാലും സൗകര്യങ്ങൾ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ റൂമിന് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക. അത്ര സൗകര്യങ്ങൾ നോക്കി വരുന്നവർക്കുള്ള പറ്റിയ സ്റ്റേ അല്ല. പക്ഷേ എന്നിരുന്നാലും വ്യൂവും ആ ഒരു എക്സ്പീരിയൻസും കിട്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ 100% ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി MunnarWildlife.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി അക്കോമഡേഷൻസ് എന്നുള്ള ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഇഷ്ടം പോലെ സ്റ്റേകളുണ്ട്. അത് വട്ടവടയിലായിട്ടും ചിന്നാറായിട്ടും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ നിശ്ചിത സ്റ്റേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എഴുതിയിട്ടുള്ള മലാനോ, കുറിഞ്ഞി എന്ന പേരുള്ള അങ്ങനത്തെ രീതിയിലുള്ള പേരുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ നേരെ അവൈലബിൾ ആയിട്ടുള്ള ആ ഡേറ്റിൽ നോക്കി ചെക്കൗട്ട് ചെയ്ത് ഓൺലൈൻ തന്നെ പേയ്മെൻറ്റും നമ്മൾ ID പ്രൂഫൊക്കെ കൊടുത്ത് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.